സ്റ്റാർട്ടപ്പും എൻ്റർപ്രണർഷിപ്പും ഒരുപോലെയാണെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. പക്ഷേ ഇവ തമ്മിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു കമ്പനി വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലായിരിക്കുന്ന അവസ്ഥയാണ് അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സാധാരണയായി ഈ ഘട്ടത്തിൽ സ്ഥാപക അംഗങ്ങൾ ഫണ്ടിംഗ് നൽകുന്നവരാണ്, അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന നിക്ഷേപകരെ തിരയുന്നു. ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ ഉള്ള മാർക്കറ്റ് ഡിമാൻഡ് അടിസ്ഥാനമാക്കിയാണ് സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കുന്നത്. തുടക്കം മാറ്റി നിർത്തിയാൽ തുടർന്നുള്ള ഘട്ടത്തിൽ വരുമാനം നേടാനാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതും. ചെറുതായി ആരംഭിച്ച് സമീപഭാവിയിൽ ഒരു വലിയ ബിസിനസ്സിലേക്ക് വളരുക എന്നതാണ് പ്രാഥമികമായ ലക്ഷ്യം. സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള ചില ടിപ്പുകളുണ്ട്. അതിൽ ആദ്യത്തേത് ആവശ്യം നിറവേറ്റുന്ന പ്രശ്നപരിഹാരങ്ങളാണ്. നിങ്ങളുടെ ബിസിനസ് ഒരു യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുകയും ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും വേണം. ഏറ്റവും മികച്ച ടീമാണ് സ്റ്റാർട്ടപ്പിനെ വളർത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ടീമിനെ കണ്ടെത്താൻ ശ്രമിക്കുക. നിയമപരമായ രേഖകളും പ്രക്രിയകളും ശരിയായി സൂക്ഷിക്കുക. ചെറിയ പിഴവുകളും ബിസിനസ് പ്രശ്നത്തിലാകും. അടുത്തത് ചെലവുകൾ നിയന്ത്രിക്കണം. പ്രവർത്തന ചെലവുകൾ മുതൽ നികുതി വരെ എല്ലാ ചെലവുകളും ശ്രദ്ധിക്കുക. വിപണിയിലെ വിതരണം ആരംഭിക്കുന്നതിന് മുമ്പ് ശരിയായ പരിശോധന നടത്തണം. ഒരു സംരംഭകൻ ഒരു ബിസിനസ് ആരംഭിക്കുകയും നടത്തുകയും ചെയ്യുന്നതാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും അപകട സാധ്യതകൾ നേരിടുന്നതും ബിസിനസിന്റെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നതിന് അവർ ഉത്തരവാദികളാണ്. സംരംഭകരെ പലപ്പോഴും പുതിയതും ന്യൂനതവുമായ ഏതെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിൽ ആരംഭിക്കുന്നുണ്ട്. അവർക്ക് പലപ്പോഴും വ്യക്തമായ ബിസിനസ് കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളുമുണ്ട്. സംരംഭകത്വം അതിൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെയും സേവനങ്ങളിലൂടെയും സമൂഹത്തിൻ്റെ മാറ്റം സൃഷ്ടിക്കുകയും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഒരു സംരംഭകൻ വലിയ സാമ്പത്തിക റിസ്കുകൾ ഏറ്റെടുക്കുന്നതിനോടൊപ്പം പുത്തൻ ആശയങ്ങൾ വിപണിയിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംരംഭകർക്കുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. തുടക്കത്തിൽ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മറ്റ് പ്രധാന ബിസിനസ് പ്രക്രിയകളൊക്കെ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതിന് നിരവധി സാമ്പത്തിക അപകട സാധ്യതകളുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എപ്പോഴും വെല്ലുവിളികളോടായിരിക്കും. നിങ്ങളുടെ ഉൽപ്പന്നത്തിനും സേവനത്തിനും ആത്മവിശ്വാസം പുലർത്തുകയും വേണം. അതിലെ പ്രധാന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, സ്റ്റാർട്ടപ്പ് ഉടമ നേരത്തെ തന്നെയുള്ള മാർക്കറ്റ് മത്സരങ്ങളെ നേരിടുന്നുണ്ട്. സംരംഭകർ പുതിയ ആശയങ്ങളിലൂടെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നു. ഇരു വിഭാഗങ്ങളും വ്യവസായ ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. സ്റ്റാർട്ടപ്പുകൾ സാമ്പത്തിക വളർച്ചയിൽ സഹായമാകുമ്പോൾ സംരംഭകർ അവരുടെ സൃഷ്ടിയുടെ സമൂഹത്തിൽ നീണ്ടകാല പ്രാധാന്യത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്.